ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ നുമയ്യിസു അൽ മുഅറബ വൽ മബനിയ, മുഅറബിനെയും മബനിയെയും വേർതിരിച്ച് എഴുതാനാണ്. ഈ ചോദ്യം ഒന്നാമത്തെ പാഠത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മുഅറബ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. കിതാബുൻ എന്നുള്ള മുഅറബാണ്, അത് ഇസ്മ ആയതുകൊണ്ട് മുഅറബ്. നഹ്നു എന്നുള്ളത് വമീർ ആയതുകൊണ്ട് അത് മബനിയാണ്. ഷജറത്ത് എന്നുള്ള ഇസ്മ ആയതുകൊണ്ട് അത് മുഅറബാണ്. യദ്ഹബ് എന്നുള്ള മുളാരി ആയ ഫീൽ ആയതുകൊണ്ട് അത് മുഅറബാണ്. ഫി എന്നുള്ളത് ഹറഫ് പെട്ടതുകൊണ്ട് ഇത് മബനിയാണ്. ഫഅല എന്നുള്ളത് മാദി ആയ ഫീൽ ആയതുകൊണ്ട് ഇത് മബനിയാണ്. ദാലിക എന്നുള്ള ഇഷാറത്തിൻ്റെ ഇസ്മ ആയതുകൊണ്ട് ഇത് മബനിയാണ്. അഖ്റഉ എന്നുള്ളത് മുളാരി ആയ ഫീൽ ആയതുകൊണ്ട് ഇത് മുഅറബാണ്. രണ്ടാമത് നൂസിലു ബിൽ മുനാസബി, നമുക്ക് യോജിച്ചത് എടുത്ത് എഴുതാനാണ്. ഒന്നാമത്തെ അൽ മുഅ്മിനു ഡാഷ്, അൽ മുഅ്മിനു ലാ യളിമു, അത് മൂന്നാമത്തെ പാഠത്തിൽ നിന്നൊക്കെ വന്നതാണ്. അതായത് ലാ യളിമു, അവൻ അക്രമം കാണിക്കൂല. അൽ മുഅ്മിനു. രണ്ടാമത് കതബത് ദാരിസു, വിദ്യാർത്ഥി പഠിക്കുന്നവൻ എഴുതി. എന്തുകൊണ്ട്? ബിൽ ഖലമി, പേന കൊണ്ട് എഴുതിയതാണ്. കതബത് ദാരിസു, വിദ്യാർത്ഥി എഴുതി. ബിൽ ഖലം, പേന കൊണ്ട് എഴുതി. നാലാമത്തെ അൽ കഅബത്തു, ഇത് നാലാമത്തെ പാഠത്തിൽ ജറിൻ്റെ ഹർഫുകൾ ആ പാഠത്തിൽ നിന്ന് വന്നതാണ്. അൽ കഅബത്തു, കഅബ ഫി മക്കത്ത, മക്കയിലാണ്. അൽ കഅബത്തു ഫി മക്കത്ത, മക്കയിലാണ്. പിന്നെ നാലാമത്തെ മാ തറക്ക ഖാലിദുൻ, ഖാലിദ് ഉപേക്ഷിച്ചിട്ടില്ല. സ്വലാത്തൻ മക്തൂബത്തൻ, ഫർള നിസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ. മൂന്നാമത്തെ നോക്കുക, നക്തുബു അൽ ജംഅ എഴുതാനാണ് ഓരോന്നിൻ്റെയും. ബലദിൻ്റെ ജംഅ ബിലാദ് എന്നാണ്. മസ്ജിദിൻ്റെ ജംഅ മസാജിദ്. ബൈത്തുൻ ജംഅ മസാജിദ്. ഈ ജംഅ ഓരോ പാഠത്തിലും ഉണ്ടായിരുന്നു, ജംഅകളുണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിൽ എല്ലാം ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. ബൈത്തുൻ ജംഅ ബുയൂത്ത്. ഇനി നാലാമത്തത് നുഅരിബു, അറബീകരിക്കാനാണ്. എൻ്റെ പുസ്തകം ബാഗിലാണ്, എൻ്റെ പുസ്തകം ബാഗിലാണ് എന്നതിന് അർത്ഥം ഇതിൻ്റെ അറബി ആക്കണം. എൻ്റെ പുസ്തകം എന്ന് എനിക്ക് എന്ത് പറയും? കിതാബി, എൻ്റെ പുസ്തകം ബാഗിലാണെന്ന ഫിൽ ഹഖീബത്തി, ബാഗിലാണ്. എൻ്റെ പുസ്തകം ഫിൽ ഹഖീബത്തി, ബാഗിലാണ്. രണ്ട്, ഇത് എൻ്റെ മദ്രസയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എന്താ? ഹാദിഹി, ഹാദിഹ ഇത്. എൻ്റെ മദ്രസയാണ് മദ്രസത്തി, ഹാദിഹി മദ്രസത്തി, ഇത് എൻ്റെ മദ്രസയാണ്. അഞ്ചാമത്ത് അറബി മലയാളം, അതിൻ്റെ അർത്ഥം ഇതാണ്. അൽ ബനാത്തു ജലസ്ന അലൽ മഖ്അദി, അൽ ബനാത്തു ജലസ്ന അലൽ മഖ്അദി, പെൺകുട്ടികൾ ഇരിപ്പിടത്തിൻ്റെ മേൽ ഇരുന്നു എന്നാണ്. രണ്ടാമത്തെ അൽ മുസ്ലിമു അഖുൽ മുസ്ലിമി ലാ യദ്ലിമുഹു, ഒരു മുസ്ലിമായ ആൾ അവൻ്റെ മുസ്ലിമായ സഹോദരനെ ആക്രമിക്കില്ല. ഇനി ആറാമത്തെ നുകമ്മിലുൽ ഫറാഗ ബിൽ ഫിഅലിൽ മുനാസബി ഇമ്മാ ബൈനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് എഴുതാനാണ്. മാ ഡാഷ് ത്വാലിബു വഖ്ത ദർസി, മാ ലഇബ ത്വാലിബു എന്നാണ് വേണ്ടത്. ലഇബു എന്നാകുമ്പോൾ ലഇബു എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും. ലഇബ എന്ന് ഒരാൾ, ഇവിടെ ത്വാലിബ് ഒരു വിദ്യാർത്ഥിയുള്ളൂ. അപ്പോൾ മാ ലഇബ ത്വാലിബു, വിദ്യാർത്ഥി കളിച്ചിട്ടില്ല. വഖ്ത ദർസി, പഠനത്തിൻ്റെ സമയത്ത്. ഇനി രണ്ടാമത് മാ ഡാഷ് നാസിറു ഷായ അംസി, നാസിറുൻ. അപ്പോൾ മാ ഷരീബ എന്നാണ് അല്ലേ, മാ ഷരീബ നാസിറുൻ ഷായ, നാസിർ ഇന്നലെ ചായ കുടിച്ചിട്ടില്ല. ഷരീബത്ത് എന്ന് ഉപയോഗിക്കില്ല, കാരണം നാസിർ എന്നുള്ള ആൺകുട്ടി ആയതുകൊണ്ട് ഷരീബ എന്നാണ് ഉപയോഗിക്കുക. മൂന്നാമത്തത് അൽ മുസ്ലിമു ഡാഷ് കുല്ലഹീനി, അൽ മുസ്ലിം തക്ദിബു ലാ യക്ദിബു, അൽ മുസ്ലിമു തക്ദിബുണ്ട് ലാ യക്ദിബുണ്ട്. ഏതാണ്? ലാ യക്ദിബു, കളവ് പറയൂല. കുല്ലഹീൻ, ഒരു സമയത്തും കളവ് പറയൂല. തക്ദീബ് ആകുമ്പോൾ എന്തോ മുസ്ലിം എന്നുള്ള ആണാണല്ലോ, പെണ്ണല്ലല്ലോ. ആ വാക്ക് ആണായതുകൊണ്ട് തക്ദീബു എന്ന് പറയൂല. അപ്പോൾ ലാ യക്ദിബു, അവൻ കളവ് പറയൂല. കുല്ലഹീൻ, ഒരു സമയത്തും. ഏഴാമത്ത് നുസരിഫു, ഇത് സൊറഫാക്കാനാണ്. മാ കത്തബ, മാ കത്തബ, അടുത്ത് മാ കത്തബു, മാ കത്തബത്ത്, മാ കത്തബത്ത, മാ കത്തബന, മാ കത്തബത്ത, മാ കത്തബത്തുമ, മാ കത്തബത്തും, മാ കത്തബത്തി, മാ കത്തബത്തുമ, മാ കത്തബത്തുന, മാ കത്തബത്തു, മാ കത്തബന. രണ്ടാമത് യൻസുറു യൻസുറാനി യൻസുറൂന, തൻസുറു തൻസുറാനി യൻസുർന, തൻസുറു തൻസുറാനി തൻസുറൂന, തൻസുരീന തൻസുറാനി തൻസുർന, അൻസുറു അൻസുറു. ഇനി എട്ടാമത്തത് നുഹവിൽ ഫിൽ മുദാരിൽ മൻഫി അൽ മുസ്ബത്തി, ഇവിടെ മൻഫിയായ ജുംലയാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ മുസ്ബത്തിലേക്ക് മാറ്റാനാണ്. ഇവിടെ ലാ യൽ അബാനി എന്നാണ്. ലാ യൽ അബാനി എന്നുള്ളത് നഫിയുടെ ലാ ഉണ്ടായതുകൊണ്ട് മൻഫിയാണ്. മുസ്ബത്താക്കണമെങ്കിൽ എന്ത് വേണം? ലാ ഒഴിവാക്കി എഴുതിയാൽ മതി. ഇൽ അബാനി അത്വാലിബാനി ഇൽ അബാനി എഴുതിയാൽ മതി, ലാ ഇല്ലാതെ. രണ്ടാമത്തെ അൽ ഗനമു ലാ യഅ്കുലു ഉഷ്ബ, ആട് പുല്ല് തിന്നില്ല എന്നാണ്. അപ്പോൾ ലാ യഅ്കുലു അത് മൻഫിയാണ്, നഫിയുടെ ലാ ഉണ്ടായതുകൊണ്ട്. മുസ്ബത്താക്കണമെങ്കിൽ യഅ്കുലു എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി ഒൻപതാമത്തത് നക്ഷിഫു അൽ ജാറ വൽ മജ്റൂറ ഫിൽ അംസിലത്തി താലിയത്തി വനക്തുബുഹുമാ ഫിൽ ഖാനത്തി, ജാർ മജ്റൂറിനെ വേർതിരിച്ച് എഴുതാനാണ്.
അവസാനത്തെ 4ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അപ്പോൾ ബി ഉണ്ട് റബ്ബി ഉണ്ട്, ജാറ് മജ്റൂർ. ഈ റജാ യാശ്റുമിൽ മദ്രസത്തി, ഇതിൽ ജാർ ഏതാ? മിൻ എന്നുള്ളതാണ് ജാറ്, മജ്റൂർ അൽ മദ്രസത്തി എന്നുള്ളതാണ്. ഇനി സല്ലൈതു ഫിൽ മസ്ജിദ്, ഇതിൽ ജാറ് ഫി എന്നുള്ളത്, മസ്ജിദ് എന്നുള്ള മജ്റൂർ. അഹബ്ബുൽ ബിലാദ് ഇലല്ലാഹി മസാജിദുഹാ, ഇലല്ലാഹി ഇല എന്നുള്ളതാണ് ജാറ്, അല്ലാഹി എന്നുള്ളതാണ് മജ്റൂർ. അൽ മുസ്ലിമു യുസല്ലിമു അലൽ മുസ്ലിം, അപ്പോൾ അല എന്നുള്ളതാണ് ജാറ്, അൽ മുസ്ലിം എന്നുള്ള മജ്റൂർ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, കാഫ് ആണ് ഇവിടെ ജാറ്, അസ്ഫിൻ എന്നുള്ള മജ്റൂർ. ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഒരു റിവിഷൻ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. ശ്രദ്ധിച്ചവർക്കൊക്കെ ഉത്തരം എഴുതാൻ സാധിച്ചിട്ടുണ്ടാകും. അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ.